പ്രൊഫഷണലുകളാകുമ്പോൾ തന്നെയും ഈ സമൂഹത്തോട് തൻ്റെ ഉത്തരവാദിത്വത്തെയും തൻ്റെ ബാധ്യതയെയും മറന്നു പോകാത്തവരായി നാം ആയിത്തീരേണ്ടതുണ്ട്. ആ വിധത്തിൽ ഇത്തരം സമ്മേളനങ്ങൾക്കുള്ള പ്രസക്തി വളരെ വലുതാണ്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും മറ്റേത് പ്രൊഫഷണൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവർ പ്രവർത്തിക്കുന്ന മേഖലകളേക്കാൾ ഉപരി തങ്ങളുടെ സ്വന്തം കോഴ്സുകൾക്ക് സംഭവിക്കുന്ന ഏതെങ്കിലും ചെറിയ മാറ്റത്തിന് പോലും സമരത്തിനിറങ്ങി പുറപ്പെട്ടുകൊണ്ട് ആതുര സേവന രംഗം പോലും സ്തബ്ധമായി പോകുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ കാലഘട്ടത്തിൽ ഇന്നലകളിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. കേരളത്തിലെ ഹൗസ് സർജന്മാരും PG വിദ്യാർത്ഥികളും മെഡിക്കൽ കോളേജുകളിലേക്ക് വരുന്ന രോഗികളുടെ രോഗത്തിൻ്റെ കാഠിന്യം പോലും വകവെക്കാതെ തങ്ങളുടെ സിലബസിൻ്റെ പേരിൽ, തങ്ങളുടെ ഇൻറ്റേൺഷിപ്പിൻ്റെ പേരിൽ, ഹൗസ് സർജൻസിയുടെ പേരിൽ ഒക്കെയും സമരത്തിനിറങ്ങി പുറപ്പെടുമ്പോൾ TV കളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും നാം കാണുന്ന നിലക്കാത്ത നിലവിളികളുമായി, പിഞ്ചു കുഞ്ഞുങ്ങളുടെ കരച്ചിലുകളുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് നിസ്സഹായാവസ്ഥയോടുകൂടി കരച്ചിലുമായി സംസാരിക്കുന്ന ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒക്കെ ദയനീയമായ ചിത്രം നാം കാണുന്നുണ്ട്. ഈ ചിത്രം കാണുമ്പോഴാണ് ഇത്തരം പ്രൊഫഷണലുകൾക്ക് ആതുര സേവന രംഗത്ത് അവർ കാണിക്കേണ്ട അവരുടെ മാനവികമായ മൂല്യങ്ങൾ തകർന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കാനിടയാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ കേരളത്തിലെ മറ്റ് മെഡിക്കൽ കോളേജുകളിലുമൊക്കെ അവരുടെ അക്കാദമികപരമായ പ്രശ്നങ്ങളുടെ പേരിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വിഷയങ്ങളുടെ പേരിൽ അവർ സമരങ്ങൾ നടത്തുമ്പോൾ നമുക്ക് മുന്നിൽ വരുന്ന ഇത്തരം ദയ അറിയിക്കുന്ന ചിത്രങ്ങളും ഇത്തരം പ്രശ്നങ്ങളുമൊക്കെ ഈ പ്രൊഫഷണൽ രംഗത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ചിത്രങ്ങളാണ്. KNM-ന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഡോക്ടർ M. ഉസ്മാൻ സാഹിബിനെ നിങ്ങൾക്കെല്ലാവർക്കും അറിയുമായിരിക്കാം. ആതുര സേവന രംഗത്ത് ഇന്നലകളിൽ മൺമറഞ്ഞു പോയ ആളുകൾ, അതല്ലെങ്കിൽ ഇത്രയൊന്നും ആതുര സേവന രംഗം വികസിക്കാത്തൊരു കാലഘട്ടത്തിൽ വെല്ലൂരിലും മദ്രാസ് മെഡിക്കൽ മിഷനിലുമൊക്കെ പോയി MBBS എടുത്ത നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ഡോക്ടർമാർ, ഭിഷഗ്വരന്മാർ, അവർ അവരുടെ കാലഘട്ടങ്ങളിൽ ഈ സമൂഹത്തോട് ഏതു രീതിയിലായിരുന്നു പെരുമാറിയിരുന്നത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമ്മളൊക്കെയും സ്തബ്ധരായി പോകും. ഞാൻ വരുന്നത് ഡോക്ടർ M. ഉസ്മാൻ സാഹിബിൻ്റെ നാട്ടിൽ നിന്നാണ്, നിലമ്പൂരിൽ നിന്ന്. അദ്ദേഹത്തെ കാണാൻ വരുന്ന രോഗികൾ തോണി കടന്ന് വന്ന് അദ്ദേഹത്തിൻ്റെ ചികിത്സ നേടി അദ്ദേഹം നൽകുന്ന മരുന്നും വാങ്ങി ഒരുപക്ഷെ അവിടുത്തെ കഞ്ഞിയും കുടിച്ച് തിരിച്ചു പോകാൻ കയ്യിൽ പണമില്ലാത്തതിൻ്റെ പേരിൽ അദ്ദേഹം അവരുടെ പോക്കറ്റിലേക്ക് പണം നൽകി തിരിച്ചയച്ച എത്രയോ കഥകൾ അദ്ദേഹം ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഒരു പുതിയ തലമുറയിലെ ഡോക്ടർ സമൂഹത്തെയും വിദ്യാർത്ഥികളെയും അതല്ലെങ്കിൽ ഭിഷഗ്വരന്മാരെയും പഴയ കാലഘട്ടത്തിലെ ഈ ആളുകളെയും നമ്മളൊന്ന് തുലനം ചെയ്ത് നോക്കുമ്പോഴാണ് സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ മാനവികതയ്ക്ക് കോട്ടം വരുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു പോകുന്നത്. ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് ആവശ്യം ഏറ്റവും ശീതീകരിച്ച സെൻട്രലൈസ്ഡ് AC ഉള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി പണക്കാരൻ്റെ BP-യും കൊളസ്ട്രോളും ചെക്ക് ചെയ്ത് 50,000 1 ലക്ഷവും മാസം ശമ്പളം വാങ്ങുന്ന ഏറ്റവും നവീനമായ ഒരു ഏർപ്പാടായി മാത്രമാണ് ആതുര സേവന രംഗത്തെ കാണാൻ കഴിയുന്നത്. ഇങ്ങനെയുള്ള ഒരു വലിയ വിഭാഗം വളർന്നു വരുന്നുണ്ട്. അവർക്കിടയിലേക്ക് PHC-കളിൽ, പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിൽ പോയി ചിക്കൻ ഗുനിയ വരുമ്പോഴും അതുപോലെ തന്നെ മലേറിയ വരുമ്പോഴും തൻ്റെ സഹപ്രവർത്തകനാണ് അതല്ലെങ്കിൽ തൻ്റെ സഹവാസിയാണ് എന്ന ഒരു മാനുഷികമായ പരിഗണന കണ്ടുകൊണ്ട് താഴേക്കിടയിലേക്ക് ഗ്രാമസേവനങ്ങൾ രംഗത്തേക്ക് ആതുര സേവനത്തെ മാറ്റപ്പെടാൻ നമുക്ക് തയ്യാറാകുന്നുണ്ടോ? ആ രീതിയിൽ ഞാൻ പഠിക്കുന്ന എൻ്റെ പ്രൊഫഷനിലെ ആ മാനവികതയെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ഒരു സ്വയം ചോദ്യവുമായിട്ടായിരിക്കണം ഇവിടെ എത്തിയിട്ടുള്ള ഓരോ പ്രൊഫഷണലുകളും. ഞാൻ മെഡിക്കൽ രംഗത്തെ പ്രത്യേകമായി എടുത്തു പറഞ്ഞത് ഒരു ഉദാഹരണ സഹിതം മാത്രമാണ്. ഇങ്ങനെയുള്ള ഓരോ മേഖലയിലും അത് നിങ്ങൾ സ്വയം ഒന്ന് പരിശോധിച്ചുകൊണ്ട് ആ രീതിയിലുള്ള നിങ്ങളുടെ സ്വയം മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു കാഹളമായിരിക്കണം ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളെന്ന് ഞാൻ നിങ്ങളോട് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. MSM ആവട്ടെ മറ്റു സംഘടനകളാകട്ടെ അവരൊക്കെയും വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുന്നതും അവരോട് ഇത്തരത്തിലുള്ള ആശയങ്ങൾ ഇസ്ലാമിൻ്റെയും അതുപോലെ തന്നെ മറ്റു ദർശനങ്ങളും ആശയങ്ങളും ഒക്കെ സംവദിക്കുന്നത് ഈ രൂപത്തിൽ സമൂഹത്തിൽ ഗുണപരമായ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്ന ഏറ്റവും മഹിതമായ ഒരു ആദർശം മുന്നിൽ വെച്ചുകൊണ്ടാണ്. അതിന് നിങ്ങളുടെ പഠിത്തവും നിങ്ങൾ നേടുന്ന ഡിഗ്രികളും ഉപകാരപ്രദമാകണമെന്നാണ് വളരെ വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. കേരളത്തിൽ ദൃശ്യമാധ്യമങ്ങൾ വളരെയധികം പെരുകിയൊരു കാലഘട്ടമാണ്.
രാത്രി 10 മണി കഴിഞ്ഞാൽ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെയും ഉള്ളത് ക്രൈം ഫയലും ക്രൈം റെക്കോർഡും അതുപോലെ തന്നെയുള്ള നമ്മുടെ ക്രൈമുകൾ, ഇന്ന് ഒരു ദിവസം കേരളത്തിൽ നടക്കുന്ന ക്രൈമുകളുടെ ഒരു പരിശോധനയാണ്. നിങ്ങളൊരു ദിവസമെങ്കിലും സൂക്ഷ്മമായി കേരളത്തിലെ ആ മാധ്യമങ്ങളെ, ദൃശ്യമാധ്യമങ്ങളെ നിങ്ങൾ അവലോകനം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ സാധിക്കും, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ, അതല്ലെങ്കിൽ IT രംഗത്ത് ഏറ്റവും നല്ല പ്രൊഫഷണലായ, അതല്ലെങ്കിൽ മറ്റു മെക്കാനിക്കൽ രംഗത്ത് ഏറ്റവും അധികം പ്രൊഫഷണലായ, എഞ്ചിനീയറിംഗ് രംഗത്ത് ഏറ്റവും അധികം പ്രൊഫഷണലായ ഒരു വിദ്യാർത്ഥിയും അവൻ്റെ കൂട്ടാളികളും ചേർന്ന് നടത്തിയ പണത്തിന് വേണ്ടിയുള്ള ആ ഒരു വല്ലാത്ത ഒരു കവർച്ചയും അതിനോടനുബന്ധിച്ചുള്ള മറ്റു പ്രവർത്തനങ്ങളുമൊക്കെ, ഇവയൊക്കെ സൂചിപ്പിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് ഡിഗ്രികൾ വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ മൂല്യത്തിൽ തകർച്ച സംഭവിക്കുന്നുണ്ട്. ഈ തകർച്ചയെ നേരിടാൻ ഒരു ശക്തമായ പരിചയമായിരിക്കണം ഇത്തരത്തിലുള്ള കോൺഫറൻസുകൾ. ആ രീതിയിൽ വളരെ അർത്ഥവത്തായ രൂപത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ പ്രോഫ്കോൺ കേരളത്തിലെ മറ്റു വിദ്യാർത്ഥി സംഘടനകൾക്ക് മാതൃകയാവുന്ന രൂപത്തിൽ പ്രോഫ്കോണുകൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ മേഖലകളിലേക്ക് MSM നൽകുന്ന ഇതിൻ്റെ ഏറ്റവും നല്ല ഒരു ശ്രദ്ധയെയാണ് കാണിക്കുന്നത്. തീർച്ചയായും ഭാവിയിൽ വിദ്യാർത്ഥികൾ ഭാവിയുടെ പൗരന്മാരാകും, അവർ നാളെയുടെ നായകരാകും. ആ അർത്ഥത്തിൽ പ്രൊഫഷണലുകൾക്ക് കൃത്യമായി മാർഗനിർദ്ദേശം നൽകുന്നതിൽ MSMനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. സമകാലിക പ്രൊഫഷണൽ ക്യാമ്പസുകളുടെ പരിസരത്ത് നിന്ന് ഈ സമ്മേളനത്തെ വീക്ഷിക്കുവാനും വിദ്യാർത്ഥി തലമുറയുടെ നിലപാടുകൾ വിശദീകരിക്കുവാനും ശ്രമിച്ച MSF ജനറൽ സെക്രട്ടറി TP അഷ്റഫ് അലിക്ക് ഹാർദമായ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്ത സെഷനിലേക്ക് സമ്മേളനം പ്രവേശിക്കുകയാണ്. വർഷങ്ങൾ കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ട അറിവുകളുടെ വലിയ കലവറകൾ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് നമ്മുടെ മുന്നിലെത്തുന്ന വിസ്മയാവഹമായ ഒരു ദൃശ്യമാണ് യഥാർത്ഥത്തിൽ പ്രോഫ്കോണിൽ ഇപ്പോൾ ഉള്ളത്. അത് മനസ്സിലാക്കി തന്നെ മറ്റു പരിമിതികൾ അല്ലെങ്കിൽ പ്രായോഗികമായ തടസ്സങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിലും അതെല്ലാം മറന്ന് പൂർണ്ണ ശ്രദ്ധയോടുകൂടി ഇതിൻ്റെ ഓരോ സെഷനുകളിലും നിങ്ങൾ ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത സെഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സജഷൻ ബോക്സുകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് തന്നെയാണ് കരുതുന്നത്. നിങ്ങളുടെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ നിങ്ങളുടെ ക്രിറ്റിസിസം ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ കൃത്യമായി നിക്ഷേപിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത സെഷൻ്റെ ആമുഖ ഭാഷണം നിർവഹിക്കുന്നത് MSMൻ്റെ സംസ്ഥാന സമിതി അംഗം സലാഹുദ്ദീൻ ഇബിൻ സലീമാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ബഹുമാന്യരായ നേതാക്കന്മാരെ, ഈ പരിപാടിയുടെ ശ്രോതാക്കളെ, സംഘാടകരെ, അങ്ങേയറ്റത്തെ മഹത്തരമായ ഒരു പരിപാടിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നവരെന്ന നിലക്ക് ഈ പരിപാടിയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടതില്ല. നമ്മൾ അടുത്ത സെഷനിലേക്ക് കടക്കുകയാണ്. ഏതൊരു സമൂഹവും അല്ലാഹു തആലയെ ഏത് രൂപത്തിലാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ള ഓരത്ത് നിന്ന് ഇവിടെ ക്ലാസ്സുകൾ നടക്കുകയുണ്ടായി. അല്ലാഹു തആലയെ മനസ്സിലാക്കിയതിൽ മുസ്ലിം സമുദായത്തിൻ്റെ കാലാകാലങ്ങളിൽ വന്ന വ്യതിയാനങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും അതിനുശേഷമുള്ള ഓപ്പൺ ഫോറവുമാണ് ഇനി ഇവിടെ നടക്കാനുള്ളത്. ഈ സെഷനിൽ പ്രധാനമായും ക്ലാസ് എടുക്കുന്നത് ISMൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബഹുമാന്യനായ ഷംസുദ്ദീൻ പാലത്ത് അവറുകളാണ്. ദൈവിക ഭരണവും ഇസ്ലാമും എന്ന വിഷയത്തിൽ അധികരിച്ച് അദ്ദേഹം നമ്മോട് സംസാരിക്കും. അതേ രൂപത്തിൽ രണ്ടാമത്തെ ക്ലാസ് അഹമ്മദ് അനസ് മൗലവി വഴിതെറ്റുന്ന ആത്മീയത എന്ന വിഷയത്തിലും നമ്മോട് ക്ലാസ് എടുക്കുവാനുണ്ട്. ഈ രണ്ട് ക്ലാസ്സുകളും സശ്രദ്ധം വീക്ഷിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. ഈ രണ്ട് പ്രാസംഗികർക്കും നമ്മൾക്കും അല്ലാഹു നാളെ അവൻ്റെ ജന്നാത്തുൽ ഫർദൗസിൽ ഇടം നൽകുമാറാവട്ടെ. ദൈവിക ഭരണവും ഇസ്ലാമും എന്ന ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ ഷംസുദ്ദീൻ പാലത്തിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. അസ്സലാമു അലൈക്കും.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.